രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല മാസ് ഡയലോഗുകളൊപ്പം ഇപ്പൊ രാഹുലിനെതിരെ തിരിച്ചടിക്കുകയാണ്. പ്രത്യേകിച്ചും എം മുകേഷ് MLA-ക്കെതിരെ കേസ് വന്നപ്പോഴേക്കും ആഞ്ഞടിച്ച് രാഹുൽ വലിയ ഡയലോഗൊക്കെ അടിച്ചിരുന്നു. ഇന്നിപ്പോൾ ബലാത്സംഗ കേസിൽ ഒളിവിലിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതൊക്കെയാണ് ഈ പറയുന്ന ബൂമറാങ് എന്നൊക്കെയുള്ള വാക്ക് നമുക്ക് കൃത്യമായിട്ട് അർത്ഥം തെറ്റാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ മറ്റേ കേസിന്റെ തീവ്രത അളക്കുന്നൊന്നുമില്ല. ഞാൻ ഏത് കേസായാലും കുറ്റാരോപിതൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ നിലപാട്. ഇനി അത് പറഞ്ഞുകൊണ്ടാലും വരണ്ട. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ FIR-ലും ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ക്രൂരമായ ബലാത്സംഗമാണ് നടന്നതെന്നും FIR-ലുണ്ട്. പുതിയ കേസിൽ പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഹരിമോഹൻ എത്തുന്നു നമുക്കൊപ്പം വീണ്ടും. ഹരിമോഹൻ, രണ്ടാമത്തെ FIR കൂടി ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിലെത്തിയത് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ജഡ്ജിനെ എത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ FIR-ൽ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ഇമെയിൽ മുഖേന വന്ന പരാതി ആയതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ ബന്ധപ്പെട്ടോ? എന്തൊക്കെയാണ് ഈ FIR-ന്റെ ഉള്ളടക്കം? ഹരിമോഹനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഉള്ളത്. രണ്ടാമത്തെ കേസിലും ഇപ്പോൾ അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ടുള്ള നോട്ടീസാണ്. പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയെടുക്കുന്നതിനായിട്ടാണ് ഇമെയിൽ മുഖേന ഇപ്പോൾ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, റിസോർട്ടിൽ കൂട്ടിക്കൊണ്ടുപോയുള്ള പീഡനം, ഇതാണ് ആ പെൺകുട്ടിയുടെ ഇമെയിലിൽ ഉണ്ടായിരുന്നത്. FIR-ലും ഈ ഉള്ളടക്കമാണ്. ഹരിമോഹൻ, ഗുഡ് ഈവനിംഗ്. സമയവും സ്ഥലവും അത് പരാതിക്കാരിയുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ആ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയാണ്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ പരാതിക്കാരി? സുജയ ആദ്യഘട്ടത്തിൽ തന്നെ യുവതിയുമായി ബന്ധപ്പെട്ടിരുന്നു. ആ മൊഴി നൽകാം എന്നുള്ള ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ മൊഴി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആ ഒരു കേസെടുത്തിരിക്കുന്നത്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഔദ്യോഗികമായി ആ മൊഴി രേഖപ്പെടുത്തണം. ഈ ഫോൺ വിളിച്ചൊരു വിവരശേഖരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൊഴി രേഖപ്പെടുത്തണം. അതിനുള്ള സമയവും സ്ഥലവും ഒക്കെ തന്നെ അതിജീവിതയുടെ സൗകര്യപ്രകാരം അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതി വന്നിട്ടുള്ള അതേ മെയിൽ ID തന്നെ ഔദ്യോഗികമായ ഒരു മെയിൽ സന്ദേശം SIT അയച്ചിട്ടുണ്ട്. അതിന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ യുവതി എവിടെയാണെങ്കിലും അവിടെ വെച്ച് തന്നെ മൊഴി രേഖപ്പെടുത്താനാണ് SIT ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ, അതായത് ഫെന്നി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ അനുയായിയും യൂത്ത് കോൺഗ്രസ് നേതാവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനാണ് SIT-യുടെ തീരുമാനം. കാരണം FIR-ൽ അടക്കം ഫെന്നിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം അവധിക്ക് നാട്ടിലേക്ക് വന്ന യുവതിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത്, ഈ ഹോം സ്റ്റേയിലേക്ക്, ഒറ്റപ്പെട്ടെടുത്ത ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയത് ഫെന്നി നൈനാനാണ് എന്നുള്ളത് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫെന്നിയെയും പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരും. അതിന് യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്രൂരമായ ബലാത്സംഗമാണ് 2023-ൽ നടന്നത് എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. ആ ഹോം സ്റ്റേയിൽ വെച്ച് ഒറ്റപ്പെട്ടെടുത്ത് ആളൊഴിഞ്ഞെടുത്ത് ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചുകൊണ്ട് യുവതിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം നടത്തുകയായിരുന്നു. അതിനുശേഷം യുവതിക്ക് ഒട്ടേറെ മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായി. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ രാഹുലിനെതിരെ രണ്ടാമത്തെ FIR വന്നിരിക്കുകയാണ്. അതിജീവിതയുടെ മൊഴിയെടുക്കാൻ പോകുന്നു SIT. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും SIT കസ്റ്റഡിയിലെടുത്തു. രണ്ടുപേരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, 27-ാം തീയതി പാലക്കാട്ട് നിന്ന് പോളോ കാറിൽ പുറപ്പെട്ടപ്പോൾ മുതൽ ഇവരായിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? കാറുകൾ മാറിയെങ്കിലും കൂടെ ഉണ്ടായിരുന്നവർ മാറിയിരുന്നില്ലേ? എന്തൊക്കെയാണ് കസ്റ്റഡിയിലെടുത്തവരെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, അതായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഒളിവിൽ പോകുന്നത്. ഈ സമയത്ത് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറുമായിരുന്നു. ഈ പോളോ കാറിൽ രാഹുൽ ഈ കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ഈ രണ്ടുപേരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ശനിയാഴ്ച രാവിലെയോടുകൂടിയാണ് ഈ രണ്ടുപേരും തിരിച്ച് പാലക്കാട്ടേക്ക് എത്തുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ ഇവർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. ഏതായാലും അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം നിന്നുള്ള SIT സംഘം പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിൽ വെച്ച് ഈ രണ്ടുപേരുടെയും വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്നാണ് ഈ ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ SIT സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. ഏതായാലും ഈ രണ്ടുപേരെയും ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് രാഹുലിന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവറെയും പോലീസ് അല്ലെങ്കിൽ SIT സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ രാഹുലിന്റെ MLA ഓഫീസിലെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെയും അതുപോലെ തന്നെ പാലക്കാട് ഉണ്ടായിരുന്ന രാഹുൽ ഔദ്യോഗിക വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെയും ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. ഇവർക്ക് കൃത്യമായി തന്നെ രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന മാർഗം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൃത്യമായി തന്നെ അറിയാം. പക്ഷേ ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കുന്ന സമയത്ത് കൃത്യമായി വിവരങ്ങൾ നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുലിന്റെ ഈ പേഴ്സണൽ സ്റ്റാഫ്
അയാൾ ഒരു ഇടുക്കി സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രൈവർ പത്തനംതിട്ട സ്വദേശിയാണ്. ഈ രണ്ടുപേരെയുമാണ് ഇപ്പോൾ ഏതായാലും SID സംഘം പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുലിന്റെ ഡ്രൈവറും കസ്റ്റഡിയിലായിരിക്കുന്നു. എവിടേക്കാണ്, എങ്ങനെയാണ് പോയത്, യാത്ര തുടങ്ങി കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണോ പിടിയിലായിരിക്കുന്നത്? അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ? ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കിട്ടുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതിനായുള്ള നീക്കങ്ങൾ എന്തായി തുടങ്ങി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും.